ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ചില ആളുകൾ തമാശക്ക് പറയാറുണ്ട്, ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ബ്ലേഡിന് സമമാണെന്ന്. കാരണം അവിടുത്തെ ബില്ലൊക്കെ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അത് റൂമിന്റെ കോസ്റ്റ് ആവട്ടെ, അതുപോലെ മെഡിസിൻ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള എല്ലാത്തിനും ഹെവി പ്രൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. എന്നാൽ ഇതിനൊക്കെ നിർത്തലിടാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനോടും പോളിസീസ്, അതായത് പ്രൈസ് റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കണം എന്നാണ് എല്ലാ സ്റ്റേറ്റിനോടും സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് സൂര്യകാന്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനൊരു PIL ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി, ഈ ഓവർ പ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ട്. കാരണം ആ വ്യക്തി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റലിലെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളയും മെഡിസിന്റെ പൈസ ആവട്ടെ, അല്ലെങ്കിൽ ടെസ്റ്റിന്റെ പ്രൈസ് ആവട്ടെ, ഇതിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് മറ്റു മാർക്കറ്റ് പ്രൈസിനേക്കാളും പുറത്തെ പ്രൈസിനേക്കാളും അധികമാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് എന്നൊരു കാര്യമാണ്. സുപ്രീം കോടതി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായിട്ടുള്ളത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞുള്ളത് ഇത് റെഗുലേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ചില ഹോസ്പിറ്റൽസ് ഉണ്ട്, ആ ഒരു ഹോസ്പിറ്റലിന് തന്നെ അല്ലെങ്കിൽ അവർ ആയിട്ടുള്ള കൊലാബറേഷനിലുള്ള ആ ഒരു ഫാർമസിന്ന് തന്നെ മെഡിസിൻസ് വാങ്ങിക്കണം. അതുപോലെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഹോസ്പിറ്റലിലെ ലാബിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അവർ പറയുന്ന ലാബിൽ നിന്ന് തന്നെ ചെയ്യണം എന്നൊരു കാര്യമുണ്ട്. അവരത് നിർബന്ധിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു നിർബന്ധിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ ഉള്ള ആൾക്കാരുടെയും സ്വാതന്ത്ര്യം ഉള്ള ഒരു കാര്യമാണ്. അതായത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഒരു ഫെയർ പ്രൈസ് കിട്ടുക എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. അത് അവർ ചെയ്യട്ടെ. അതിൽ ഹോസ്പിറ്റൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സോ ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ സ്കാൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ലാബിൽ നിന്നും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് സ്വീകരിക്കുകയുള്ളൂ എന്നൊരു കാര്യം വേണ്ട എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഇതിനൊക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് പ്രൈസ് അധികരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ കൊലാബറേഷൻസും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കണമെന്നാണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊരു കണക്കിന് ശരിയായ അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം പൊതുവെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഹോസ്പിറ്റൽസ് ഒക്കെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഒക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. പല മെഡിസിൻസിനും ഓവർ പ്രൈസ്ഡ് ആണ് അവിടുത്തെ ഫാർമസിയിൽ. അവരെന്നാൽ പറയും ചെയ്യും ഇവിടുത്തെ ഫാർമസിയിൽ തന്നെ വാങ്ങിക്കണം എന്നൊരു കാര്യം കൂടി പല ഡോക്ടേഴ്സും പറയാറുണ്ട്. അത് ഈ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺസ്യൂമറുടെ റൈറ്റിനെ ഹനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ പോകാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ട്, അത് ഓൾറെഡി. പക്ഷെങ്കിൽ പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. സെൻട്രൽ ഗവൺമെന്റിനോട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ മെഡിസിൻസ് ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ പരമാവധി പൈസ കുറച്ചിട്ട് കിട്ടുന്ന ജനൌഷധി കേന്ദ്രം പോലത്തെ പല സ്കീംസും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ജനൌഷധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസ് പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ, ചീപ്പ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ ചീപ്പ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് എന്നുള്ള ഒരു കാര്യം. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. കാരണം എന്ന് പറയുന്നത്, ജനൌഷധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് WHO സർട്ടിഫൈ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് അവർ ഈ ജനൌഷധി കേന്ദ്രത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീപ്പ് പ്രൈസ് ആണ്. ആ ഒരു കാര്യം പരമാവധി ആളുകൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമ്മുടെ ടാക്സ് പണം കൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്, ഓരോ സ്കീംസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് പരമാവധി ഓരോ വ്യക്തികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കോടതി ഉത്തരവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു കാര്യം കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.